അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ സമൂസൻ്റെ ഷീറ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിനായി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും പിന്നെ അല്പം ഉപ്പും പിന്നെ കുറച്ച് 1 ടീസ്പൂൺ ഓയിലും കൂടിയിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്ത് 4 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായി ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാ ഷീറ്റും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഓയിലിട്ട് ഇതുപോലെ നന്നായി മുഴുവനും തേച്ച് കൊടുക്കാം. അല്പം മൈദപ്പൊടി എടുത്ത് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. എന്നിട്ട് അടുത്ത ഷീറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. വീണ്ടും ഓയിലിട്ട് വീണ്ടും പൊടിയിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ 1 ഷീറ്റ് പൊടിയിട്ട് വീണ്ടും അതുപോലെ ഓയിലൊഴിച്ച് പൊടിയിട്ട് വീണ്ടും അതിൻ്റെ മുകളിലിട്ട് 3-4 ഷീറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം ഒരേപോലെ. എന്നിട്ട് നന്നായി പരത്തിയെടുക്കണം. അപ്പോൾ നല്ല പോലെ പരത്തിയെടുക്കാം. നല്ലോണം തിന്നാവാതെ അത് കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് 4 ഷീറ്റാണ് ഇതിലുള്ളത്. അപ്പം ഏകദേശം ഒരു ചപ്പാത്തി 2 ചപ്പാത്തിൻ്റെ ആ ഒരു രീതിയിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പം പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചിട്ട് എടുക്കാം. സൈഡിൽ നിന്ന് വിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അത് ഇതുപോലെ ഇളക്കിയെടുക്കാം ഓരോ ഷീറ്റായിട്ട്. അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സമൂസൻ്റെ ഷീറ്റ് കട്ട് ചെയ്യുന്നില്ല, അതുപോലെ കട്ട് ചെയ്ത് അതിന് ശേഷം ഇളക്കിയെടുത്താൽ മതി. അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈസിയിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് സമൂസയ്ക്കെല്ലാം വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ.